ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തയ്യാറാക്കാം. അതിനായി ഞാൻ പഴുത്ത ചക്കയുടെ കുറച്ച് ചുളകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം നീളത്തിൽ കീറിയിട്ട് അകത്ത് നിന്നും ആ കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ചക്ക മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറേശ്ശെയായി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അല്പം തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിങ് മിക്സ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ഏലക്കയുടെ കുരു ചതച്ച് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഓരോ ചുളയും എടുത്തിട്ട് ആ മുറിച്ച ഭാഗം ചെറുതായി ഒന്ന് പിളർന്നതിന് ശേഷം ഈ ഫില്ലിങ് അകത്തോട്ട് നിറച്ച് കൊടുക്കാം. ചക്കയുടെ മധുരം കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ പലഹാരത്തിൻ്റെ ടേസ്റ്റും കൂടുതലായി കിട്ടും. ഇപ്പോൾ എല്ലാ ചുളകളും ഞാൻ അതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചുളകളായിട്ട് എടുത്തിട്ട് മുറിച്ച ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ബാറ്ററിൽ മുക്കി പതിയെ എടുത്ത് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരാം. കുറച്ചൊക്കെ പൊരിച്ചാൽ മതിയെങ്കിൽ ചെറിയ പാനിൽ ഇട്ട് പൊരിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതാകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് എണ്ണ വേസ്റ്റ് ആവാതെ നോക്കാം. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാകും. എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.